കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഊരുകളിൽ നിന്നെത്തിയ കുട്ടികളാണ്. ക്രിക്കറ്റ് കളി കാണണമെന്ന ആഗ്രഹം അവരുടെ അപ്പാപ്പനോട് പറഞ്ഞു. അദ്ദേഹം അത് സാധിച്ചു കൊടുത്തു. ഈ 2020 മത്സരം നടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണമെന്ന് അവരിങ്ങനെ പറഞ്ഞെങ്കിലും കുറേ പ്രയാസമുണ്ടായിരുന്നു അത്രയും പേരെ കാണിക്കാനായിട്ട്. പക്ഷേ ക്രിക്കറ്റ് അസോസിയേഷൻ അതിൽ അനുഭവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അവർ പറഞ്ഞു മുഴുവൻ പേരെയും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 50 കുട്ടികളെ സെലക്ട് ചെയ്താൽ നമുക്കവരെ കാണിക്കാമെന്ന് പറഞ്ഞു. കായിക രംഗത്ത് താല്പര്യമുള്ള 50 കുട്ടികളെ സെലക്ട് ചെയ്യാനായിട്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞു. അവരിന്നലെ അത് കാണാൻ വന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് അവസരമൊരുക്കി. അവർ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ റൺമഴ കണ്ടു. അവരുടെ ചേട്ടനെ കണ്ടു. സഞ്ജു സാംസൺ ചേട്ടൻ്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പോയത്, നമ്മുടെ നാട്ടുകാരൻ. പക്ഷേ അവിടെ പോയപ്പോഴേക്കും ആദ്യത്തെ ഒരു 2 ഓവർ പോലും പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല. എന്തോ അതിനൊക്കെ ഒരു യോഗം വേണമല്ലോ. പക്ഷേ അങ്ങനെ എന്തായിരുന്നാലും നന്നായിട്ട് കളിച്ചു എല്ലാവരും. തന്നെ നല്ലൊരു വേറൊരു ലോകമായിരുന്നു. നമ്മൾ ഈ വേറെ കാണുന്ന പോലെ, നമ്മൾ ഈ ഷോർട്സിലൊക്കെ കാണുന്ന പോലെയല്ല. അതിനകത്ത് കയറിയപ്പോൾ എന്തോ റിയൽ ആണോ എന്ന് ചിന്തിച്ചു പോയി, സ്വപ്നം കാണുന്നതാണോ എന്നൊക്കെ ചിന്തിച്ചു പോയി. മത്സരം കാണാൻ കഴിയാത്തവർക്ക് ഇനിയും അവസരമൊരുക്കുമെന്ന ഉറപ്പ് കുട്ടികളുടെ അപ്പാപ്പൻ നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ആഗ്രഹം സഫലമാകുമ്പോഴാണ് അവർക്ക് സന്തോഷം. അത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. അവരെ സന്തോഷത്തിന് കാരണക്കാരനായ MLA ക്കും ഒപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷനും അഭിനന്ദനങ്ങൾ.